ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ്നസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ഇന്ന് എനിക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു വീഡിയോ ഒരു വ്യക്തി അയച്ചു തരികയുണ്ടായി. അതിനകത്ത് മലയാളി വാർത്ത ഇൻസൈഡിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ലോകം ഞെട്ടുന്ന വിവരങ്ങൾ വത്തിക്കാനിൽ നിന്ന് പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്ത വായിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് അവസാനത്തെ പോപ്പാണ്. പീറ്റർ എന്ന പേരുള്ള അടുത്ത പോപ്പ് 2 വർഷം ഭരിക്കും. ആ 2 വർഷത്തെ ഭരണത്തോടു കൂടി അദ്ദേഹം മരിക്കുകയും ലോകം അവസാനിക്കുകയും ചെയ്യുമെന്നാണ് ആ സഹോദരി ആ വാർത്ത വായിക്കുന്നത്. അതിന് അവര് പറയുന്ന കാര്യമെന്ന് പറയുന്നത്, മലാഖി പ്രവചനത്തിന്റെ പുസ്തകത്തിൽ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മലാഖി പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ ഒത്തുവരുന്നതായിട്ടാണ് അവര് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മലാഖിയുടെ പ്രവചനത്തിൽ മാർപ്പാപ്പയുടെ പിൻഗാമി ആരായിരിക്കും എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് മലയാളി വാർത്ത വായിച്ച ആ സഹോദരി അങ്ങനെ പറയുന്നത്. അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ഇനി ഇപ്പോൾ ഈ മലാഖി പ്രവചനത്തില് മാർപ്പാപ്പയെക്കുറിച്ചോ പോപ്പിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യം. നാം തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ തിരുവെഴുത്തിൽ ഒരിടത്തും മാർപ്പാപ്പമാരെ കുറിച്ചോ പോപ്പുമാരെ കുറിച്ചോ ഒന്നും പ്രസ്താവിക്കപ്പെടുന്നില്ല. അതൊക്കെ വചനവിരുദ്ധപരമായ ചില കാര്യങ്ങളാണ്. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായിട്ട് 3 പീറ്റർമാരെ പേരിപ്പം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. കുറെ പേരുണ്ട്, 12 പേരോ 9 പേരോ ഉണ്ട്. അതിൽ ആ 3 പേര് പീറ്റർ എന്ന പേരുള്ളവരാണ്. അതിലൊരാളെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അയാളുടെ മരണശേഷം ലോകം അവസാനിക്കുമെന്നാണ് അത് മലാഖി പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ വേറെ ചില പ്രവചനങ്ങൾ നടത്തിയ നോസ്റ്റർ ആഡംസ് അല്ലേ, അങ്ങനെയുള്ള ആളുകൾ അവരൊക്കെ പറഞ്ഞിരിക്കുന്നതുമായിട്ടല്ല ഇത് ഒത്തുവരുന്നു എന്നല്ല. നോസ്റ്റഡാം അവരെല്ലാം പറയുന്നതല്ല ഒത്തുവരുന്നു എന്നാണ് ആ മലയാളി വാർത്ത ഇൻസൈഡിൽ ആ സഹോദരി പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ മലാഖി എന്ന് പറയുന്ന പ്രവാചകൻ പഴയ നിയമ തിരുവെഴുത്തുകളിലെ അവസാനത്തെ പുസ്തകമാണ് മലാഖി പ്രവചനം. ദൈവജനം ദൈവത്തിന് കൊടുക്കേണ്ട ശബത്തുകളെ പാലിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ആ ശബത്തുകളെ ഞാൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് തിരിച്ചു വാങ്ങിക്കുമെന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്യുകയും ദേശത്തിന് സ്വസ്ഥത വരുവാൻ വേണ്ടി നെബൂഖദ്നേസർ രാജാവ്, 2 ദിനവൃത്താന്ത പുസ്തകം അവസാനിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് വന്ന് ഇസ്രായേൽ ജനത്തെ ബാബേലിലേക്ക് അടിമകളായിട്ട് പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം 6 വർഷം നിങ്ങൾ വേല ചെയ്യണം, 7ാമത്തെ വർഷം കൃഷി തരിശായിട്ടിടണം, ദേശത്തിന് ഭൂമിക്ക് സ്വസ്ഥത കിട്ടണമെന്നെല്ലാം ദൈവകൽപ്പന ഉണ്ടായിരുന്നു. എന്നാൽ ആ കൽപ്പന ലംഘിച്ചപ്പോൾ അത് ദൈവം അവരെ ബാബേലിലേക്ക് അയക്കുന്നു. അങ്ങനെ 70 വർഷം ബാബേൽ പ്രവാസത്തിന് ശേഷം മടങ്ങി വരുമെന്നും യിരെമ്യാ പ്രവാചകൻ പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. കോരശ് എന്ന് പറയുന്ന രാജാവ് ഭരണമേറ്റു കഴിഞ്ഞപ്പോൾ കോരശിന് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടാകുകയും ബാബേലിലേക്ക് അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വന്ന എല്ലാ യഹൂദന്മാർക്കും യെരൂശലേമിലേക്ക് മടങ്ങി പോകാനായിട്ട് ഒരു അവസരമുണ്ട് എന്ന് കോരശ് പ്രഖ്യാപിക്കുകയും അങ്ങനെ ജനം യെരൂശലേമിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യത്തെ പ്രാവശ്യം സെരുബാബേലിന്റെ നേതൃത്വത്തിൽ, പിന്നെ എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ, അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് അവരവിടുന്ന് യെരൂശലേമിലേക്ക് വരുന്നു. അങ്ങനെ ദേവാലയം പണി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പലവിധമായ എതിർപ്പുകൾ ഉണ്ടാകുന്നു. തോബിയാബ്, സൻബല്ലത്ത് എന്ന് പറയുന്ന ആളുകളെല്ലാം ഭയങ്കരമായിട്ട് എതിർപ്പോടുകൂടി വരുന്നു. അതിനുശേഷം നെഹമ്യാവ് ദേവാലയം പണികളെ കുറിച്ച് ചോദിച്ചറിയുകയും അദ്ദേഹം ദേവാലയം പണിക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് അന്നത്തെ ഗവർണറായിട്ട് നിയോഗിക്കപ്പെട്ട അദ്ദേഹം യെരൂശലേമിലേക്ക് വരികയും അങ്ങനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യെരൂശലേം ദേവാലയം പണി അതിന്റെ പണികളെല്ലാം പൂർത്തീകരിക്കുന്നതായിട്ടുള്ള, അതിന്റെ മതിലുകളെല്ലാം പൂർത്തീകരിക്കുന്നതായിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അത് പല പ്രവാചകന്മാരുടെ കാലഘട്ടം ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് എസ്രായുടെയും സെരുബാബേലിന്റെ നേതൃത്വത്തിൽ അവർ വന്നിട്ട് ദേവാലയം പണി ആരംഭിച്ചപ്പോൾ അന്ന് ചുറ്റുമുള്ള ജാതികൾ വന്ന് അവരെ ഭയപ്പെടുത്തിയപ്പോൾ പണി അവിടെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്താണ് ദൈവം ഹഗ്ഗായി പ്രവാചകനെയും സെഖര്യാ പ്രവാചകനെയും എഴുന്നേൽപ്പിക്കുന്നത്. അവർ രണ്ടുപേരും ജനത്തെ ധൈര്യപ്പെടുത്തുകയും സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം മാറിപ്പോകുമെന്ന് പറയുകയും അങ്ങനെ പണി വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് നെഹമ്യാവ് ഈ വിവരങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് അവിടെ ആ വാതിലുകൾ തീവച്ച് കിടക്കുന്നു, മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു എന്നുള്ള വസ്തുക്കളെല്ലാം അറിഞ്ഞ് രാജാവിനോട് ഒരു അവധി ചോദിച്ച് അദ്ദേഹം യെരൂശലേം ദേവാലയത്തിന്റെ പണിക്കായിട്ട് പുറപ്പെട്ടു വരികയും അങ്ങനെ യെരൂശലേം ദേവാലയത്തിന്റെ പണി വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയും അങ്ങനെ പണി പൂർത്തീകരിച്ച് തരികയും ചെയ്തു. അവിടെ ശുശ്രൂഷകൾ, ആരാധനകളെല്ലാം തുടങ്ങി, യാഗാർപ്പണങ്ങളെല്ലാം തുടങ്ങി, പുരോഹിതന്മാരെല്ലാം ചാർജായി. എന്നാൽ അന്നത്തെ കാലത്ത് തോബിയാവും സൻബല്ലത്തും എന്ന് പറയുന്ന 2 ആളുകൾ വളരെ ആ യെരൂശലേം ദേവാലയത്തിന്റെ പണിക്കെതിരെ നിന്ന ആളുകളാണ്. അതില്
ഈ തോബിയാവ് എന്ന് പറയുന്നവനൊക്കെ പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്ന ഒരു കുറുക്കം കയറി നിന്ന് കഴിഞ്ഞാൽ നിന്റെ മതിലെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്നെല്ലാം പറഞ്ഞ് അവരെ കളിയാക്കുകയും അവമാനിക്കുകയൊക്കെ ചെയ്തതാണ്. എന്നാൽ യെരൂശലേം ദേവാലയത്തിന്റെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പുരോഹിതന്റെ ഒരു ബന്ധുവായിരുന്നു ഈ തോബിയാവ്. അവന് പ്രാകാരത്തിൽ ഒരു അറ പുരോഹിതൻ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ നെഹെമ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശദമായ ഒരു പഠനത്തിലേക്കൊന്നും ഇപ്പോൾ പോകാനായിട്ട് പറ്റുകയില്ല, അതിലേക്ക് പോകുന്നതുമില്ല. പിന്നീട് ആവശ്യമെങ്കിൽ അത് ദൈവകൃപയിൽ ശരണപ്പെട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ ആരാധനയൊക്കെ ആരംഭിച്ചു, ദേവാലയ പുനഃപ്രതിഷ്ഠ എല്ലാം നടന്നു. അതിനുശേഷം അവിടെ വീണ്ടും ചില സംഭവങ്ങളുണ്ടായി. അന്നത്തെ ഗവർണറായിരുന്ന നെഹമ്യാവ്, ആ നെഹമ്യാവ് കുറച്ച് അവധിയെടുത്ത് വീണ്ടും പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്, ജനങ്ങള് യാഗാർപ്പണത്തിനെല്ലാം കൊണ്ടുവരുന്നത് കണ്ണ് പൊട്ടിയത്, മലിനമായത്, ദീനം പിടിച്ചത്, ഇങ്ങനെയുള്ളതിനെല്ലാം പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരും. പുരോഹിതൻ അതിനെ വാങ്ങിയിട്ട് അതിനെ നോക്കിയിട്ട് കണ്ണ് പൊട്ടിയതിനെ അല്ലെങ്കിൽ മുടന്തുള്ളതിനെ അല്ലെങ്കിൽ ദീനം പിടിച്ചതിനെ ഒന്നും ഒരിക്കലും യാഗം അർപ്പിക്കാനായിട്ട് പാടില്ല. ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കണം. കർത്താവിനെ ആരാധിക്കാനായിട്ട് എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ യേശുവിനെ, ദൈവത്തെ ആരാധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി. എന്നാൽ അവര് വളരെ വില കുറഞ്ഞ് വാങ്ങാൻ കിട്ടുന്നതെല്ലാം, കണ്ണ് പൊട്ടിയത്, മുടന്തുള്ളത്, ദീനം പിടിച്ചതിനെല്ലാം ദേവാലയത്തിലേക്ക് യാഗാർപ്പണത്തിനായിട്ട് കൊണ്ടുവരികയാണ്. പുരോഹിതൻ സർട്ടിഫിക്കറ്റ് ചെയ്താൽ മാത്രമേ യാഗം അർപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. എന്നാൽ പുരോഹിതൻ പണം വാങ്ങി അത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അതിനെ യാഗം അർപ്പിക്കുവാനായിട്ട് പോകുന്ന ഒരു കാര്യം നമുക്ക് മലാഖിയുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ആ സമയത്താണ് മലാഖി എന്ന് പറയുന്ന ഒരു ദൂതനാണ്, ഒരു ദൂതുവാഹിയാണ്. അദ്ദേഹം പ്രവചന സന്ദേശം അറിയിക്കുന്ന ഒരു പ്രവാചകനാണ്. അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കണ്ണ് പൊട്ടിയതിനെയും ഈ ദീനം പിടിച്ചതിനെയും ഈ മുടന്തുള്ളതിനെയും നിങ്ങളുടെ ദേശാധിപതിക്ക്, അന്നത്തെ ദേശാധിപതി എന്ന് പറയുന്നത് അന്നത്തെ ഗവർണർ, ഈ ഗവർണർക്ക് നിങ്ങൾ അയക്കേ. മലാഖിയുടെ കാലത്തുള്ള ഗവർണർ എന്ന് പറയുന്നത് നെഹമ്യാവാണ്. എന്നാൽ പിന്നീട് നമ്മൾ യേശു കർത്താവിന്റെ കാലത്ത് ഗവർണറായിട്ട് വരുന്നത് പീലാത്തോസാണ്. അങ്ങനെ കാലഘട്ടങ്ങളെല്ലാം മാറി മാറി വരുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ കണ്ണ് പൊട്ടിയതിനെയും ദീനം പിടിച്ചതിനെയും മുടന്നുള്ളതിനെയൊക്കെ നിങ്ങളുടെ ഗവർണർക്ക് നിങ്ങൾ അർപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യം കാണിക്കുമോ? നിങ്ങളുടെ ഗവർണർക്ക് അർപ്പിക്കാൻ ധൈര്യം കാണിക്കാത്ത വസ്തുക്കളെല്ലാം സർവശക്തനായ ദൈവത്തിന് നിങ്ങൾ യാഗമർപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഭയമില്ലാതെ നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ മനം തിരിയണം, നിങ്ങൾ മടങ്ങി വരണം, ഇല്ലെങ്കിൽ ഞാൻ ന്യായം വിധിക്കുമെന്നുള്ള ഒരു സന്ദേശവുമായിട്ടാണ് മലാഖി വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊക്കെ ഉപരിയായിട്ട് യേശു കർത്താവിന്റെ വരവ്, യേശു കർത്താവ് കന്യക ജനനം യശയ്യാപ്രവാചകൻ പ്രഖ്യാപിച്ചതുപോലെ, പല പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് പോലെ മലാഖിയും പറയുകയാണ്, ഒരു മുന്നോടിയായിട്ട് യോഹന്നാൻ സ്നാപകൻ വരും, വഴിയൊരുക്കുവാനായിട്ട് യോഹന്നാൻ സ്നാപകൻ വരും, അതിനുശേഷം യേശു കർത്താവ് വരും എന്നുള്ള ഒരു ദൂതും കൂടി അറിയിച്ചുകൊണ്ടാണ് മലാഖിയുടെ പ്രവചനം നടത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം മലാഖി ഈ പ്രവചന പുസ്തകം, ഈ പ്രവചനം എല്ലാം നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് 397 വർഷം, അതൊരു റൗണ്ട് ആക്കിയിട്ട് 400 വർഷം എന്ന് പറയുന്നു. അടുത്ത 400 വർഷം ഒരു പ്രവചനവും നടന്നിട്ടില്ല. ഒരു ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പ്രവാചകനും പിന്നെ എഴുന്നേറ്റില്ല, ഒരു പ്രവചനവും പിന്നെ ഉണ്ടായില്ല. പിന്നീടാണ് യേശു കർത്താവ്, യോഹന്നാൻ സ്നാപകൻ എഴുന്നേൽക്കുകയും മറ്റേ യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായിട്ട് അവൻ വഴി നിരപ്പാക്കാനായിട്ട് വരികയും പ്രവചന പുസ്തകങ്ങളിലെല്ലാം എഴുതിയിരിക്കുന്നത് പോലെ അവൻ വരികയും ആ ശുശ്രൂഷ നിർവഹിക്കുകയും യേശു കർത്താവ് ജനിക്കുകയും അങ്ങനെ 31 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിക്കുകയും അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി പോവുകയും ചെയ്യുന്ന സംഭവങ്ങളെല്ലാം പുതിയ നിയമ തിരുവെഴുത്തുകളിൽ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഒന്നും പഴയ നിയമ തിരുവെഴുത്തുകളിലോ പുതിയ നിയമ തിരുവെഴുത്തുകളിലോ എന്ന് ലോകം അവസാനിക്കുമെന്ന് ആ നാളും നാഴികയും സംബന്ധിച്ച് കർത്താവോ ദൂതൻ ആരും വെളിപ്പെടുത്തിയിട്ടില്ല. അത് പിതാവായ ദൈവത്തിന്റെ കയ്യിൽ മറഞ്ഞിരിക്കുന്ന കാര്യമാണെന്ന് കർത്താവ് തന്നെ പറയുകയുണ്ടായി. കർത്താവിനെ അറിയാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല, കർത്താവിനെ അറിയാം, എങ്കിലും അത് പിതാവായ ദൈവമാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇനിയും സംഭവിക്കാൻ എന്തോരം കാര്യങ്ങളുണ്ട്. ആ സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചതിന് ശേഷമാണ് ലോകം അവസാനിക്കുക എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ മലാഖിയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും, വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. അവിടെ പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനങ്ങളും എല്ലാം തെറ്റിലേക്ക് പോയപ്പോൾ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ മടങ്ങി വരണം, ഇല്ലെങ്കിൽ ന്യായവിധി ഉണ്ടാകുമെന്ന് പ്രവാചകൻ അറിയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവരെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അപ്പോൾ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടപ്പെടുന്ന ഒരു ന്യായവിധിയുടെ ദിവസങ്ങളൊക്കെ വരാൻ പോകുന്നുള്ളൂ. അതിനു മുമ്പ് ഈ ഭൂമിയിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കണ്ട ആളുകളെ വീണ്ടും ചേർക്കുവാനായിട്ട് യേശുക്രിസ്തു മധ്യാകാശത്തെ വരും. കർത്താവ് യേശുക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയി. ആ കയറിപ്പോയി യേശു അവിടെയും ഇവിടെയും എല്ലായിടത്തും രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാനായിട്ട് അവൻ മധ്യാകാശത്ത് വരും. അവൻ മധ്യാകാശത്ത് വരും, കാഹളം ധരിക്കും, മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. വീണ്ടും ശേഷിച്ചിരിക്കുന്ന വിശുദ്ധന്മാര്, അതായത് രക്ഷിക്കപ്പെട്ട ആളുകൾ കർത്താവിനോടൊപ്പം ഭൂമിയിൽ നിന്ന് പറന്ന് ഉയരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തരും. സഭ എടുക്കപ്പെടും.
അതിനുശേഷവും പല കാര്യങ്ങളോട് സംഭവിക്കാനായിട്ടുണ്ട്. അതിനു മുമ്പ് ഇവിടെ ലോകാവസാനം എന്ന പ്രക്രിയ ഒന്നും ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നില്ല. എന്നാൽ മീഡിയയിലുള്ള ചില ആളുകൾ അന്തവും കുന്തവും ഇല്ലാതെ, യാതൊരു അറിവുമില്ലാതെ, മലാഖി പ്രവചനം എന്താണെന്നോ മലാഖി ആരാണെന്നോ ഒന്നും അറിയാതെ വെറുതെ മലാഖി പ്രവചനത്തിൽ പോപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, മാർപ്പാപ്പയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അടുത്ത 2 വർഷം കഴിയുമ്പോൾ 2027 കൂടി ലോകം അവസാനിക്കുമെന്നെല്ലാം പറഞ്ഞ് ജനത്തെ ഭയപ്പെടുത്തുവാൻ തക്കവണ്ണം ഇങ്ങനെയുള്ള വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നാം വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം എന്ന് പറയുന്നത് 1 തീമോഥെയോസ് 1-ാം 3-ാമത്തെ വാക്യമാണ്. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലിയെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കണം. പൗലോസ് അപ്പോസ്തലൻ എഫെസോസിൽ താമസിച്ചിട്ട് തിമോഥെയോസിനോട് പറയാണ്, നീ എഫെസോസിൽ താമസിച്ചിട്ട് ജനത്തിന് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതായത് അന്യത ഉപദേശിക്കരുത്, വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലിയെയും ശ്രദ്ധിക്കരുതെന്നും പറയണം. കർത്താവായ യേശുക്രിസ്തുവിന് ശേഷം അപ്പോസ്തലന്മാര് തങ്ങളുടെ ശുശ്രൂഷ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അനേക സഭകൾ സ്ഥാപിക്കപ്പെട്ടു. 4-ാം നൂറ്റാണ്ട് വരെ ഇന്ന് സഭകളിൽ കാണുന്ന പല അനാചാരങ്ങളും ദുരാചാരങ്ങളും സഭകളിൽ ഉണ്ടായിരുന്നില്ല. അതായത് അത് ഒത്തിരി പറയുവാനായിട്ടുണ്ട്, അതിലേക്ക് വിശദമായിട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഇന്നത്തെ മെഴുകുതിരി, ഇന്നത്തെ കൊടി, വെടി, പടക്കം, അതുപോലെയുള്ള അനേക ദുരാചാരങ്ങൾ അതൊക്കെ ജാതികളിൽ നിന്ന് സഭയിലേക്ക് വന്നു കയറിയതാണ്. 4 നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളും എല്ലാം വന്നു കയറിയത്. ഇതൊന്നും മലാഖി പ്രവചനത്തിലോ ബൈബിളിൽ ഒരു ഭാഗത്തോ പറയാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, മലാഖി പ്രവചനത്തിലെ വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലാഖി പ്രവചനത്തിൽ ദൈവം പറയുന്ന കാര്യം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. കർത്താവ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മലാഖി അതിൻ്റെ 3-ാം അധ്യായത്തിൽ പറയാണ്, എനിക്ക് മുമ്പായി വഴി നിർത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇത് മറ്റേ യോഹന്നാൻ സ്നാപകനെ കുറിച്ചും യേശു കർത്താവിൻ്റെ വരവിനെ കുറിച്ചും പറയുന്ന ഒരു ഭാഗമാണ്. എന്നാൽ 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതെ, ദൈവത്തിൻ്റെ എക്കാലത്തുമുള്ള സന്ദേശം എന്ന് പറയുന്നത് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. മലാഖി നമുക്ക് തരുന്ന വെളിച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. 2-ാമത്തെ കാര്യം, നാം മടങ്ങി വരണം. ഈ ദുരാചാരങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അന്യത ഉപദേശിക്കുന്ന കെട്ടുകഥകളിൽ നിന്നും നാം മടങ്ങി വരണം. ഇല്ലെങ്കിൽ ദൈവം ന്യായവിധി അയക്കും. നമുക്ക് ഒരു ന്യായവിധി, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം നിയമിച്ചാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇങ്ങനെയുള്ള കെട്ടുകഥകളിലൊന്നും വിശ്വസിക്കാതെ, അന്തമില്ലാത്ത വംശാവലികളിൽ നിന്നും വിശ്വസിക്കാതെ, തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കി തിരുവെഴുത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം നമുക്ക് അനേക പുസ്തകങ്ങൾ തുറന്നു എന്ന് തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് സ്മരണിക പുസ്തകമുണ്ട്, സ്വർഗ്ഗത്തിൽ നിന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വേദപുസ്തകമുണ്ട്, സത്യവചനമാകുന്ന വേദപുസ്തകമുണ്ട്, ജീവന്റെ പുസ്തകമുണ്ട്. ഇങ്ങനെ പല പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരെഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ എല്ലാ മനുഷ്യനും പാപിയാണ്. പാപിയായ ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട്, കർത്താവേ, ഞാനൊരു പാപിയാണ്, എനിക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു, എനിക്ക് വേണ്ടി അവിടുന്ന് എൻ്റെ പാപങ്ങളും ശാപങ്ങളും ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, കർത്താവെ, അവിടുത്തെ അടിപ്പിണലുള്ള എനിക്ക് സൗഖ്യമുണ്ട്, കർത്താവ്, ഇന്നു മുതൽ എൻ്റെ ജീവിതം ഞാൻ നിനക്കായിട്ട് തരുന്നു, എന്നെ ഞങ്ങളുടെ മകനാക്കണമേ, മകളാക്കണമേ എന്നൊരു വ്യക്തി പറയുമ്പോൾ ദൈവം അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അവനെ ദൈവത്തിൻ്റെ മകനാക്കി തീർക്കും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ദൈവമകനും മകളുമായിട്ട് തീരുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ശിക്ഷാവിധിയില്ല, അങ്ങനെയുള്ളവർക്ക് ന്യായവിധിയില്ല. അതുകൊണ്ട് കെട്ടുകഥകളിൽ വിശ്വസിക്കാതെ, ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകളിൽ വിശ്വസിക്കാതെ ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ വചന സന്ദേശത്തെ നിർത്തുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ നല്ല ദിവസത്തിനും സമയത്തിനുമായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവ്, ലോകത്തെ നടുക്കുവാൻ ഭയപ്പെടുത്തുവാൻ തക്കോണം പിശാച് പലവിധമായ കെട്ടുകഥകളും മെനഞ്ഞു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുവാൻ തക്കോണം അനേക ഭൃത്യന്മാരെ എഴുന്നേൽപ്പിക്കണമേ കർത്താവെ. ജനത്തെ അങ്ങയിലേക്ക് മടക്കി വരുത്തണമേ കർത്താവെ. അതിനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്തായിട്ടെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.